ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. നമ്മൾ NCERT സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകും. വിത്തിനുള്ളിലെ ജീവൻ. ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ വായു ആവശ്യമുണ്ട്, അതുപോലെ ജലം ആവശ്യമുണ്ട്, അതുപോലെ താപനിലയും ആവശ്യമുണ്ട്. അപ്പോ ഒരു വിത്ത് മുളയ്ക്കാനായിട്ട് നമുക്ക് വായു, ജലം, അതുപോലെ താപനില, അതും അനുകൂല താപനില ആയിരിക്കണം. ഒരു വിത്ത് മുളച്ച് കഴിഞ്ഞതിന് ശേഷം അത് വളരാൻ ആവശ്യമുള്ള ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് സൂര്യപ്രകാശം ആവശ്യമുണ്ട്, അതുപോലെ മണ്ണും ആവശ്യമുണ്ട്. ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ. ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ചാൽ അത് വായു ഉണ്ട്, അതുപോലെ ജലമുണ്ട്, അതുപോലെ അനുകൂല താപനില ഉണ്ട്. എങ്കിൽ ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞാൽ അത് വളരാൻ ആവശ്യമുള്ള ഘടകങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് സൂര്യപ്രകാശത്തെയും അതുപോലെ മണ്ണിനെയും പറയാവുന്നതാണ്. നോക്കണം, താഴെ പറയുന്ന ഘടകങ്ങളെ വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ളവ, വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്തവ എന്നിങ്ങനെ തരംതിരിക്കാൻ പറയുമ്പോൾ നമുക്ക് വായു വിത്ത് മുളയ്ക്കാൻ ആവശ്യമുണ്ട്, അതുപോലെ വെള്ളം നമുക്ക് വിത്ത് മുളയ്ക്കാൻ ആവശ്യമുണ്ട്, അതുപോലെ അനുകൂലമായ താപനിലയെ നമുക്ക് വിത്ത് മുളയ്ക്കാൻ ആവശ്യമുണ്ട്, അതുപോലെ വളം, സൂര്യപ്രകാശം, മണ്ണ് എന്നിവ വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള ഘടകങ്ങളല്ല എന്ന് മനസ്സിലാക്കണം. വിത്ത് മുളച്ചതിന് ശേഷം വളരാൻ ആവശ്യമുള്ള ഘടകങ്ങളാണ് എന്നതും മനസ്സിലാക്കി വെച്ചേക്കാം. നോക്കണം, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീജാങ്കുരണം എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. എന്താണ് ബീജാങ്കുരണം? അനുകൂലമായ സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചിടിയായി വളരുന്ന പ്രവർത്തനത്തെ നമുക്ക് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് നമുക്ക് വിളിക്കാം. എങ്ങനെയാണ്? അനുകൂലമായ സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായിട്ട് വളരുന്ന ആ പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീജാങ്കുരണം അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കൽ എന്ന് പറയുന്നത്. നമ്മുടെ വിത്തിനുള്ള സൂക്ഷ്മദ്വാരങ്ങളുണ്ട്. അതിലൂടെ ജലം ആദ്യം അകത്ത് പ്രവേശിക്കുന്നു. അങ്ങനെ ആ വിത്ത് എന്ത് ചെയ്യുന്നു? കുതിരുന്നു. അങ്ങനെ അതിന്റെ പുറന്തോട് പൊട്ടുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോ വിത്തിലെ സൂക്ഷ്മദ്വാരത്തിൽ കൂടി ജലം അകത്ത് കിടക്കുന്നു. അങ്ങനെ വിത്ത് എന്ത് ചെയ്യുന്നു? കുതിരുന്നു. അങ്ങനെ പുറന്തോട് പൊട്ടി പുറത്താവുന്നു. വിത്തിനുള്ളിലുള്ള ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട് എന്നൊരു പോയിന്റ് കൂടി അവിടെ ഓർക്കണം. വിത്തിനുള്ളിലെ ഭ്രൂണവും എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട്. ഇനി ബീജശീർഷവും അതുപോലെ ബീജമൂലവും രണ്ട് സാധനങ്ങൾ നമുക്ക് പഠിക്കണം. ആദ്യം നമുക്ക് എന്താണ് ബീജശീർഷം എന്ന് നോക്കാം. നമ്മൾ ഈ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേര് ബീജശീർഷം എന്നാണ്. അപ്പോ ഒരു ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ആദ്യത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ബീജശീർഷം എന്ന് പറയുന്നത്. ഈ ബീജശീർഷമാണ് വളർന്നിട്ട് എന്തായിട്ട് മാറുന്നത്? കാണ്ഡമായിട്ട് മാറുന്നത്. അപ്പൊ ബീജശീർഷമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? കാണ്ഡമായിട്ട് മാറുന്നത്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ഈ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം എന്ത് ചെയ്യപ്പെടുന്നത്? ഉപയോഗിക്കപ്പെടുന്നത് എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്ന ഒരു സമയം വരെയും നമ്മുടെ ബീജപത്രത്തിലെ ആഹാരമാണ് എന്ത് ചെയ്യുന്നത്? മുളച്ചു വരുന്ന സസ്യം എന്ത് ചെയ്യപ്പെടുന്നത്? ഉപയോഗിക്കപ്പെടുന്നത് എന്നതും ഓർത്തു വച്ചിരിക്കുക. അപ്പോൾ ബീജശീർഷം എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ബീജമൂലത്തെ കുറിച്ചാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നതാണ് ബീജമൂലം എന്ന് പറയുന്നത്. ഈ ബീജമൂലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വേര്, അല്ലെങ്കിൽ ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരായിട്ട് മാറുന്നു. അപ്പൊ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ബീജമൂലമാണ്. അപ്പൊ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് വേരാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് എന്താണെടാ? ബീജമൂലമാണെന്ന് മനസ്സിലാക്കുക. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് അല്ലെങ്കിൽ ബീജമൂലം പിന്നീട് എന്തായിട്ടാണ് മാറുന്നത്? വേരായിട്ടാണ് മാറുന്നത്. അപ്പൊ ബീജശീർഷം പഠിച്ചു. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ ബീജശീർഷം എന്ന് പറയുന്നു. ആ ബീജശീർഷം കാണ്ഡമായിട്ട് മാറുന്നു. എന്നാൽ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു, അതായത് ബീജമൂലമാണോ ബീജശീർഷമാണോ ആദ്യം വരുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ് എന്നത് മനസ്സിലാക്കുക. ഇനി ഈ ബീജമൂലം മണ്ണിലേക്ക് വളർന്നിട്ട് എന്തായിട്ട് മാറുന്നു? വേരായിട്ട് മാറുന്നു എന്ന് പറയുന്ന പോയിന്റ് കൂടി അവിടെ ഓർത്തു വെച്ചിരിക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കായിക പ്രജനനം എന്ന് പറയുന്ന ഒരു പോർഷൻ. എന്താണ് കായിക പ്രജനനം? സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. മറക്കല്ലേ മക്കളെ. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, അതുപോലെ തണ്ട്, അതുപോലെ ഇല എന്നിവയിൽ നിന്നും നമുക്ക് പുതിയ സസ്യങ്ങളെ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സസ്യങ്ങൾ എന്ന് പറയുന്നത് വിവിധ രീതിയിലാണ് അവരുടെ വളർച്ച സംഭവിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് തരംതിരിച്ച് ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പോയിന്റാണ് വിത്ത്. അതായത് വിത്തിലൂടെ ഒരു പുതിയ സസ്യം ഉണ്ടാകുന്നത് നെല്ല്,
അതുപോലെ മത്തൻ, അതുപോലെ പാവൽ, അതുപോലെ പയറ്, പടവലം, തെങ്ങ് എന്നിവ വിത്തിൽ നിന്നും പുതിയ സസ്യങ്ങളെ ഉണ്ടാക്കുന്ന രീതിയാണെങ്കിൽ തണ്ടിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് ചെമ്പരത്തി, കരിമ്പ്, റോസ്, മുരിങ്ങ, മുല്ല എന്നിവയാണ് അതിന്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. മറക്കരുത്, എക്സാമ്പിളുകൾ കൃത്യമായി പഠിച്ചു വെച്ചോ. ഇനി ഇലയിൽ നിന്നും പുതിയ സസ്യം രൂപം കൊള്ളുന്നു എങ്കിൽ അത് ബ്രയോഫില്ലം അല്ലെങ്കിൽ ഇലമുളച്ചി എന്ന് നമ്മുടെ നാട്ടിൻ പുറത്ത് പറയും. അതുപോലെ നിശാഗന്ധി, അതുപോലെ നീലപ്പന എന്ന് പറയുന്ന ഇത്തരം ചെടികൾ ഇലയിൽ നിന്നുമാണ് പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നതെങ്കിൽ വേരിൽ നിന്നും പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നത് ചന്ദനമുണ്ട്, കറിവേപ്പുണ്ട്, അതുപോലെ നമ്മുടെ ശീമപ്ലാവ്, ആഞ്ഞിലി, വേപ്പ് എന്നിവ വേരിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നവയാണ്. അപ്പോൾ വിവിധ സസ്യങ്ങൾ അല്ലെങ്കിൽ വിവിധ രീതികളിലാണ് അല്ലെങ്കിൽ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. വിത്തിൽ നിന്നും, തണ്ടിൽ നിന്നും, ഇലയിൽ നിന്നും, വേരിൽ നിന്നും. ഈ എക്സാമ്പിൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് വിത്ത് വിതരണം എന്ന് പറയുന്ന ഒരു പോർഷനാണ്. എന്താണ് വിത്ത് വിതരണം? ഒരു സസ്യത്തിന്റെ വിത്തുകൾ വളരാൻ ആവശ്യമായ മണ്ണ്, അതുപോലെ വെള്ളം, സൂര്യപ്രകാശം, അതുപോലെ ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കാൻ വിത്തുകളെ പല ഭാഗത്തായിട്ട് വിതരണം ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. നമ്മളിപ്പോ ഒരു വിത്ത് ഒരു ചെടിയുടെ മൂട്ടിൽ തന്നെ അതിന്റെ വിത്ത് വീണാൽ അതിന് ആവശ്യത്തിനുള്ള വളവും മറ്റൊന്നും കിട്ടില്ല. ഒരു സസ്യത്തിന്റെ വിത്തെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളച്ചാൽ അവയ്ക്ക് വളരാൻ ആവശ്യമുള്ള മണ്ണോ വെള്ളമോ സൂര്യപ്രകാശമോ ധാതു ലവണമോ കൃത്യമായി ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിത്തുകളെ പല ഭാഗങ്ങളായി പല സ്ഥലങ്ങളിൽ വിതരണം ചെയ്യണം. ഇങ്ങനെ ഒരു സസ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് ഈ സസ്യങ്ങൾക്ക് വളരാൻ കഴിയുന്ന ഒരു രീതിയാണ് വിത്ത് വിതരണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു സസ്യങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വളരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നത് ഈ വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് മൂലമാണ് എന്നത് മനസ്സിലാക്കുക. അപ്പൊ വിത്ത് വിതരണം എന്താണെന്നൊരു എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു സസ്യത്തിന്റെ വിത്തുകൾ വളരാൻ ആവശ്യമുള്ള മണ്ണോ വെള്ളമോ സൂര്യപ്രകാശമോ അതോ ധാതു ലവണമോ ലഭിക്കാൻ വിത്തുകളെ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് വിത്ത് വിതരണം എന്ന് നമുക്ക് വിളിക്കാം. നോക്കടാ, അതിനകത്തുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ചോദ്യമാണ്, കാശിത്തുമ്പ, മഹാഗണി എന്നിവയുടെ വിത്ത് വിതരണം ഒരേ രീതിയിലാണോ എന്നാണ് നമ്മുടെ ചോദ്യം. കാശിത്തുമ്പയില് ഫലങ്ങൾ പൊട്ടി വിത്ത് അകലേക്ക് തെറിച്ചു വീഴുമ്പോഴാണ് കാശിത്തുമ്പയുടെ വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നതെങ്കിൽ മഹാഗണി കാറ്റിന്റെ സഹായത്തോടെയാണ് വിത്തിനെ വിതരണം ചെയ്യുന്നത്. അപ്പൊ കാശിത്തുമ്പയിൽ ഫലങ്ങൾ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ മഹാഗണിയിൽ കാറ്റിന്റെ സഹായത്തോടെ എന്ന് പറഞ്ഞാൽ ഓരോ ചെടിയിലും അതിൻ്റെതായ വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുക. ഇപ്പോ വെള്ളം അതൊരു ഉദാഹരണമാണ്. വെള്ളത്തിലൂടെ ഒഴുകി വിതരണം ചെയ്യുന്ന വിത്തുകളുടെ പ്രത്യേകത. വെള്ളത്തിലൂടെ വിതരണം ചെയ്യുന്ന വിത്തുകൾക്ക് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് തേങ്ങയാണ് കേട്ടോ. ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു അനുകൂല ഘടകം അതിനുണ്ടായിരിക്കും. ഇനി കുറെ ദിവസം ഇത് വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോകില്ല എന്ന അനുകൂല ഘടകവും ഇത്തരം വെള്ളത്തിലൂടെ വിത്ത് വിതരണം ചെയ്യുന്ന വിത്തുകൾക്കുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് തേങ്ങ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി നോക്കടാ, വിത്ത് വിതരണം പല രീതിയിലുണ്ട്. ഒന്ന് കാറ്റ് വഴിയുള്ള വിത്ത് വിതരണം, ഒന്ന് അപ്പുപ്പം താടി, പിന്നെ അതുപോലെ മഹാഗണി. അപ്പുപ്പം താടിയുടെ പ്രത്യേകത വിത്തിന് ഭാരം കുറവാണ്, പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് അത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നു. മഹാഗണിക്കാണെങ്കിൽ ചിറക് പോലുള്ള ഭാഗം ഉള്ളത് കൊണ്ട് തന്നെ ആ കാറ്റത്ത് അതിന് കുറച്ച് സിമ്പിൾ ആയിട്ട് പോകാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ജലം വഴിയുള്ളതാണ്. ജലം വഴി നമ്മൾ പറഞ്ഞു തെങ്ങിന്റെ പ്രത്യേകത അതിന് മിനുസമാർന്ന ഒരു പുറം ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ജലം അകത്ത് കടക്കാതെ അത് പ്രവർത്തിക്കുന്നു. അതുപോലെ അതിന്റെ തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ട് ഭാഗം പെട്ടെന്ന് ചീഞ്ഞു പോകാത്തത് കൊണ്ടും അകത്തേക്ക് വെള്ളം കയറാത്തതുകൊണ്ടും വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടന്നു പോകാനുള്ള ഒരു അനുകൂലം ഈ പറയുന്ന തെങ്ങിനുണ്ടെന്ന് മനസ്സിലാക്കണം. ഇനി ജന്തുക്കൾ വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന എക്സാമ്പിൾ ആൽമരമുണ്ട്, പ്ലാവ്, അതുപോലെ പേര, അതുപോലെ അസ്ത്രപ്പുല്ല്. ഇതൊക്കെ ജന്തുക്കൾ വഴി വിതരണം ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ ആൽമരത്തെയും പ്ലാവിനെയും പേരയും എടുത്താൽ അതിന്റെ ഫലങ്ങൾക്ക് രുചിയുള്ളതും മാംസവുമാണ്. അതുകൊണ്ട് തന്നെ പക്ഷികളും മറ്റുമൊക്കെ ഇതിനെ ഭക്ഷിക്കാനായിട്ട് ഉറപ്പായിട്ട് എത്തുകയും അവർ ഭക്ഷിച്ചതിന്റെ വേസ്റ്റ് പുറത്തു കളയുക അല്ലെങ്കിൽ അതിന്റെ കാഷ്ടമൊക്കെ പുറത്തു പോകുമ്പോൾ അതിനകത്തുള്ള ഈ വിത്തുകൾ ഇവര് ഫലമാണ് കഴിക്കുന്നത്. അതിനകത്തുള്ള വിത്തുകൾ ഇവര് വിസർജനം ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യുന്നു, പുറത്തു പോകുന്നു. അങ്ങനെ അവർക്കത് ഒരു അനുകൂലമായിട്ട് മാറുന്നു. ഇനി അതുപോലെ അസ്ത്രപ്പുല്ലാണെങ്കിൽ അസ്ത്രപ്പുല്ലിന്റെ വിത്ത് എന്ന് പറയുന്നത്
ഇപ്പൊ നമ്മൾ മനുഷ്യരാണെങ്കിലും നമ്മളെ ഡ്രസ്സിൽ പറ്റിപ്പിടിക്കും, അതുപോലെ മൃഗങ്ങളുടെ ഈ രോമങ്ങളിലൊക്കെ പറ്റിപ്പിടിക്കും. എന്നിട്ട് ഇത് വേറൊരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് കുടഞ്ഞോ തട്ടിയോ കളയുമ്പോൾ അത് അവിടെ വീഴുന്നു, അവിടെ വീഴുന്ന് അത് മുളയ്ക്കുന്നു. ആ ഒരു രീതിയാണ് ഈ ജന്തുക്കൾ വഴിയുള്ളതിന്റെ എക്സാമ്പിൾ. അത് ഏറ്റവും വലുത് അസ്ത്രപുല്ലാണെന്ന് മനസ്സിലാക്കാം. ഇനി പൊട്ടിത്തെറിച്ചുള്ളതാണെങ്കിൽ വെണ്ടയുണ്ട്, കാശിത്തുമ്പയുണ്ട്. ഇതിന്റെ ഫലങ്ങൾ പൊട്ടിത്തെറിച്ച് വിത്തുകളെല്ലാം ചിതറിപ്പോകുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന വെണ്ടയ്ക്കും കാശിത്തുമ്പയ്ക്കും ഉള്ളത് എന്നതുകൂടി മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മൾ ഇതിന്റെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാമിന്റെ ചാനലിനകത്ത് ഇട്ടുതരാം. ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം. നമുക്ക് കാർഷിക വിളകളും അതിന്റെ ജന്മദേശങ്ങളും നമ്മുടെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കണം. അമേരിക്കയിൽ കൈതച്ചക്ക, മരിച്ചിനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അതായത് നമ്മുടെ നാട്ടിൽ കാപ്പി വന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ നിന്നാണെന്ന് തന്നെ നമുക്ക് പറയാം. തേയില പക്ഷെ ചൈനയിൽ നിന്നാണ് വന്നത്. ക്യാബേജ് യൂറോപ്പാണ് ക്യാബേജ് ജന്മസ്ഥലമെങ്കിൽ ബ്രസീലിന് റബ്ബറും കശുമാവും ബ്രസീലിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ എത്തിയതെന്ന് മനസ്സിലാക്കുക. അപ്പൊ റബ്ബർ മറ്റു പ്രദേശങ്ങളിൽ എത്തിയത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് ബ്രസീലിൽ നിന്നാണ്. അപ്പൊ കാർഷിക വിളകളും അതിന്റെ ജന്മദേശവും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇത്തരം ബോക്സ് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചേരുംപടിയിലൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് മറക്കരുത്. ഇനി നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തുക. നമ്മളിപ്പോൾ പഠിച്ച രീതി അനുസരിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. വിത്തില്ലാത്ത സസ്യത്തിന് വംശവർദ്ധനവ് നടക്കുന്നു. ഉറപ്പാണ്. വിത്തില്ലാതെയും സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വംശവർദ്ധനം നടത്തുന്നുണ്ട്. ഇലയിലൂടെയും തണ്ടിലൂടെയും വേരിലൂടെയും ഒക്കെ വംശവർദ്ധനം നടത്തുന്നത് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മണ്ണിലെത്തുന്ന വിത്ത് മാത്രമേ മുളയ്ക്കൂ എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന തെറ്റാണ്. കാരണം വിത്ത് മുളയ്ക്കാൻ എന്തിന്റെ ആവശ്യമില്ല? മണ്ണിന്റെ ആവശ്യം തൽക്കാലം ഇല്ല എന്ന് നമ്മൾ പഠിച്ചു. മനുഷ്യനും വിത്ത് വിതരണം നടത്തുന്നു. ഉറപ്പാണ്. നമ്മളും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? വിത്ത് വിതരണം നടത്തപ്പെടുന്നുണ്ട്. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അസ്ത്രപ്പുല്ലിന്റെ ഒരു എക്സാമ്പിൾ ഡ്രസ്സിലൂടെ എന്ന് പറഞ്ഞു. അതുകൂടാതെ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് തന്നെ പറയാവുന്നതാണ്. ഇനി വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് വേരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. ബീജമൂലം പിന്നീട് വേരായിട്ട് മാറുന്നു എന്ന് നമ്മൾ പഠിച്ചു. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാറ്റുവഴി വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകൾക്ക് മാംസള ഭാഗം ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും അങ്ങനെ ഒരു മാംസള ഭാഗം ഉണ്ടെങ്കിൽ അതിന് കാറ്റിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം. സോ അതുകൊണ്ട് തന്നെ കാറ്റുവഴി വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകൾക്ക് ഒരിക്കലും എന്തില്ല? മാംസള ഭാഗം ഇല്ല. വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യം ഇല്ല എന്ന് പറയുന്നു. വിത്ത് മുളയ്ക്കാൻ നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശത്തിന്റെ ആവശ്യം തൽക്കാലം ഇല്ല. അത് വിത്ത് മുളച്ചു അത് വളർന്നു പിന്നീട് അത് വളർന്നു പോകാനായിട്ടാണ് നമുക്ക് സൂര്യപ്രകാശത്തിന്റെ ആവശ്യം. തൽക്കാലം വിത്ത് മുളയ്ക്കാൻ എന്തിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കണം. സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ ആ അവസാനത്തെ സ്റ്റേറ്റ്മെന്റും ശരിയായ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഈ ചാനല് SCERTയുടെ ചാപ്റ്ററുകളെല്ലാം കൃത്യമായിട്ട് ഇതുപോലെ വ്യക്തമായ നോട്ടോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.